മലയാളം സിനിമയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കണ്ടൻറ്റ് സൃഷ്ടിക്കുന്ന സിനിമകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടൻ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന സിനിമ ഇറങ്ങി. ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അക്രമാസക്തമായിട്ടുള്ള കുറച്ച് രംഗങ്ങളാണ്. ഓൾ ഇന്ത്യ ബേസിൽ ഇതിപ്പോൾ ഹിന്ദി സിനിമാ ലോകത്തിലും വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 350 തിയേറ്ററിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലവരും വ്യത്യസ്തമായിട്ടുള്ള ഈ അക്രമാസക്ത രംഗങ്ങൾ കണ്ടിട്ട് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അഭിപ്രായപ്പെടുന്നു. 18 വയസ്സിന് താഴെയുള്ള ആർക്കും ആ സിനിമ കാണാൻ കഴിയില്ല. കാരണം അതുപോലെ രക്തരൂക്ഷിതമായിട്ടുള്ള രംഗങ്ങൾ ആ സിനിമയ്ക്കകത്ത് ഉണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് KGF പോലെ ഒരു സിനിമ അവർ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. സിനിമ കണ്ടിട്ടുള്ളവർ പറയുന്നത് സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് കണ്ടൻറ്റൊന്നുമില്ല, അതിൻ്റെ താഴെക്കൂടെ ഈ വയലൻസ് മാത്രമേ ഉള്ളൂ. ഈ വയലൻസ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും കുറേ രക്തം ചീറ്റുന്ന സീനുകളാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇത് മലയാളം സിനിമയിൽ ഇന്നുവരെ അങ്ങനെ ആരും ചെയ്യാത്തതുകൊണ്ട് അതൊരു പുതുമയായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അത് ആ കൂടെ കിട്ടിയിരിക്കുന്നത് ഇത്രയും ദിവസം കൊണ്ട് 50 കോടി രൂപ മാത്രമാണ്. അത് 100-200 കോടിയുടെ അടുത്ത് പോകുമായിരിക്കും. പക്ഷേ ഒരിക്കലും KGFൻ്റെ കളക്ഷൻ പോലെയോ മറ്റേതെങ്കിലും തെലുങ്ക് ഹിന്ദി സിനിമയുടെ കളക്ഷൻ പോലെയോ ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം മലയാള സിനിമയിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക്, അതായത് മറ്റ് നാട്ടിലുള്ള ആളുകൾക്ക് മലയാള സിനിമാ നടന്മാരെ അത്രയും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മലയാള സിനിമാ നടന്മാർ എന്തൊക്കെ ചെയ്താലും തലകുത്തി മറിഞ്ഞാലും അത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ബോംബെയിലോ ഒന്നും വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധ്യത ഇല്ല. അങ്ങനെ ആയിരുന്നു എന്ന് വരികിൽ പൃഥ്വിരാജും ദുൽഖർ സൽമാനൊക്കെ പണ്ടേ രക്ഷപ്പെട്ടു പോയേനെ. അവരുടെ സിനിമകളും വലുതായിട്ടൊന്നും ഈ പറഞ്ഞിരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലൊന്നും തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വയലൻസ് ആ സിനിമയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് മാർക്കോ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വലിയ ബോക്സ് ഓഫീസ് ഒന്നും നേടാൻ സാധ്യത ഇല്ല. 50 കോടി കിട്ടി, 60 കോടി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ അല്ലു അർജുൻ്റെ സിനിമ അല്ലെങ്കിൽ ബോളിവുഡിലുള്ള ഏതെങ്കിലും നടന്മാരുടെ സിനിമ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഏതെങ്കിലും നടന്മാരുടെയോ കന്നഡ സിനിമയിലുള്ള ഏതെങ്കിലും നടന്മാരുടെയോ സിനിമ വിറ്റുവരവ് വെച്ച് താരതമ്യ പഠനം നടത്തുമ്പോൾ വളരെ വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ് മാർക്കോ.